Everyone, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7th ഇംഗ്ലീഷ് ചാപ്റ്റർ 3 ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കുക. വൈ ഡസ് ദ ഓഥർ സേ ദാറ്റ് ഹി ഹാഡ് സ്ക്വീസ്ഡ് ഇൻ 2 days? എന്തുകൊണ്ടാണ് ഓഥർ പറയുന്നത് അയാൾ 2 ദിവസം സ്ക്വീസ് ഇൻ ചെയ്തു എന്ന്? നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ചാപ്റ്റർ ഇതുവരെ കാണാത്തവർ ആദ്യം പോയി കാണുക, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മനസ്സിലാവും ആൻസേഴ്സ്. അപ്പോൾ ആൻസർ എന്താണ്? ദ ഓഥർ മെൻഷൻസ് ദാറ്റ് ഹി ഹാഡ് സ്ക്വീസ്ഡ് ഇൻ 2 days because he had only a short amount of time available on his way back home from visiting his niece in Oman. അപ്പോൾ ഈ ഓഥർ ശരിക്കും എവിടെയാണ് പോയത്? തൻ്റെ നീസിനെ വിസിറ്റ് ചെയ്യാനാണ് ഒമാനിലോട്ട്. അപ്പോൾ അതിനിടയിൽ റിട്ടേൺ ജേർണീൻ്റെ ഇടയിൽ ഞെക്കിപ്പിഴിഞ്ഞ് 2 ദിവസം ഉണ്ടാക്കിയെടുത്ത് വരികയാണല്ലേ. Despite the limited duration, he managed to fit in a brief visit to the UAE, making the most of his time there. അപ്പോൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ കുറച്ച് സമയം, ഒരു ബ്രീഫ് വിസിറ്റ് എന്ന് വെച്ചാൽ ഷോർട്ട് വിസിറ്റ് മാനേജ് ചെയ്യാണ് UAE അല്ലേ. എന്നിട്ട് ആ 2 ദിവസം കൊണ്ട് പറ്റുന്നതൊക്കെ കാണുകയാണ് അവിടെ. അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അയാൾക്ക് ഒരു ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ അല്ലേ. അതുകൊണ്ടാണ് സ്ക്വീസ്ഡ് ഇൻ 2 days എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ നിന്നാണ് ഈ ആൻസർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. Next question. Why does the author say one feels a kind of heavenly bliss at these quiet beaches? അപ്പോൾ ഇവിടെ പറയുന്നത് one feels a kind of heavenly bliss at these quiet beaches അല്ലേ. ഒരു സ്വർഗത്തിലെത്തിയ സന്തോഷമാണ് ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ, ശാന്തമായ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരാൾ ഫീൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആൻസർ എന്താ വരിക? ദ ഓഥർ ഡിസ്ക്രൈബ്സ് the feeling of heavenly bliss at the quiet beaches to convey the sense of peace and tranquility he experienced. അപ്പോൾ എന്താണ് ആ ഒരു സമാധാനം? പീസ് ആൻഡ് ട്രാൻക്വിലിറ്റി എന്ന് വെച്ചാൽ ആ ഒരു സമാധാനവും ശാന്തതയും എക്സ്പീരിയൻസ് ചെയ്തതിനെയാണ് ഹെവൻലി ബ്ലിസ്, സ്വർഗത്തിലെത്തിയ സന്തോഷം എന്ന് വെച്ച് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ദ സെറീൻ എന്ന് വെച്ചാൽ കാമിങ്, സെറീനും കാമും ഒരേ മീനിങ് ആണ് വരുന്നത്. പീസ്ഫുൾ, കാം എന്നൊരു മീനിങ് ആണ് വരുന്നത്. ദ സെറീൻ ആൻഡ് കാമിങ് എൻവയോൺമെന്റ് ഓഫ് ദ ബീച്ചസ് പ്രൊവൈഡഡ് എ പ്രൊഫൗണ്ട് സെൻസ് ഓഫ് റിലാക്സേഷൻ ആൻഡ് കണ്ടെന്റ്മെന്റ്. അപ്പോൾ എന്താണ് ഒരു പ്രൊഫൗണ്ട് സെൻസ് ഓഫ് റിലാക്സേഷൻ എന്ന് വെച്ചാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു റിലാക്സേഷനും കണ്ടെന്റ്മെന്റ് എന്ന് വെച്ചാൽ സംതൃപ്തി, മേക്കിംഗ് ദ എക്സ്പീരിയൻസ് പെർട്ടിക്കുലർലി മെമ്മറബിൾ ആൻഡ് ബ്ലിസ്ഫുൾ. ഇതൊക്കെ കാരണം എന്താണ്? ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു അനുഭവം വളരെ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമായി മാറുകയാണ്. പിന്നെ വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവം ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം എന്താണ് ഹെവൻലി ബ്ലിസ് എന്ന് വെച്ചാൽ ആ ഒരു പീസ്, ട്രാൻക്വിലിറ്റി, സെറീൻ, കാം, ആ ഒരു എൻവയോൺമെൻറ്റ്, അതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓഥർ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നത് വളരെ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്നതിനെയാണ് എസ്പെഷ്യലി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഹെവൻലി ബ്ലിസ് എന്നുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why did the author have to satisfy himself with the photographs on the net? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു നൂർ അബുദാബി സോലാർ പവർ പ്ലാന്റിലോട്ട് ആൾക്കാരെ, ടൂറിസ്റ്റിനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഥർക്ക് ഫോട്ടോസ് കണ്ട് സാറ്റിസ്ഫൈ ആവേണ്ട, സംതൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദ ഓഥർ ഹാഡ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് ഓൺ ദ നെറ്റ് ബിക്കോസ് ടൂറിസ്റ്റ്സ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ നൂർ അബുദാബി സോലാർ പവർ പ്ലാന്റ്. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് എഴുതാമല്ലോ. ബിക്കോസ് ടൂറിസ്റ്റ്സ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് ദ നൂർ അബുദാബി സോലാർ പവർ പ്ലാന്റ്. ദെയർഫോർ, അതുകൊണ്ട് ഹി കുഡ് നോട്ട് വിസിറ്റ് ദ പ്ലാന്റ് ഇൻ പേഴ്സൺ. അതുകൊണ്ട് അയാൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് അകത്ത് ഏരിയ പ്ലാന്റ് സ്വയം കാണാൻ പറ്റിയില്ല. ആൻഡ് ഹി ഹാഡ് ടു റിലൈ എന്ന് വെച്ചാൽ ടു ഡിപ്പെൻഡ് ഓൺ ദ ഓൺലൈൻ ഇമേജസ്. നെറ്റിൽ കൊടുത്തിരിക്കുന്ന ഇമേജസ് കണ്ടിട്ട് അതിൻ്റെ ഭംഗി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു അല്ലേ. കാരണം ഒറ്റയ്ക്ക് പോയി കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നെറ്റിൽ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Next question. What does the author mean by a feeling of being out of the world? അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തെത്തിയൊരു ഫീലിംഗ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? By a feeling of being out of the world, the author means experiencing something extraordinary and surreal. വളരെ തീരെ നോർമലായിട്ട് നമ്മൾ കാണാൻ സാധിക്കാത്ത ഒന്നിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത്. സറിയൽ എന്ന് വെച്ചാൽ റിയൽ അല്ലാത്തത്.
Okay, the dazzling lights and their reflections on the creek during the boat ride at Bar Dubai provided a magical and otherworldly experiences. ആ തിളങ്ങുന്ന ലൈറ്റ്സും അതിൻ്റെ റിഫ്ലക്ഷൻസും ആ അരുവിയിൽ വെള്ളത്തിൽ വരുന്ന റിഫ്ലക്ഷൻസും ഒക്കെ കൂടെ എന്താണ് ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു അനുഭവമാണ്. അതർ വേൾഡ്ലി മറ്റൊരു ലോകത്തെത്തിയ ഒരു അനുഭവമാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. മേക്കിംഗ് ഹിം ഫീൽ ആസ് ഇഫ് ഹി വാസ് ഇൻ എ ഡിഫറെൻറ്റ് റിയൽം ഓൾ ടുഗെദർ. അയാൾക്ക് എന്താണ് തോന്നുന്നത്, ഞാൻ വേറെ തന്നെ ഒരു റിയാലിറ്റിയിലാണ് എന്നൊരു ഫീലിംഗ് വരികയാണ് അല്ലേ. എന്താണ് ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് and their reflections on the creek during the boat ride at Bar Dubai provided a magical and otherworldly എന്ന് വെച്ചാൽ other world മറ്റൊരു ലോകത്തെത്തിയ അനുഭവം. Okay, next question. Why did the author think he was unlucky in his visit to the Louvre Museum? അപ്പോൾ ആ മ്യൂസിയത്തിലേക്കുള്ള വിസിറ്റ് വളരെ ഞാൻ നിർഭാഗ്യവാനാണ് എന്നെന്തുകൊണ്ടാണ് തോന്നിയത്? The author thought he was unlucky in his visit to the Louvre Museum because he only had half a day to spend there. അയാൾക്ക് വെറും അര ദിവസം മാത്രമേ അവിടെ ചെലവഴിക്കാൻ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് താനൊരു അൺലക്കി പേഴ്സൺ ആണെന്ന് ഓഥറിന് തോന്നുന്നത്. Given the museum's vast and fascinating collection of archaeological remains, paintings, sculptures, and other artifacts, he wished he had more time, at least a week, to fully explore and appreciate everything the museum had to offer. അപ്പോൾ ഈ മ്യൂസിയത്തിൽ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, പിന്നെ കുറേ ആർട്ടിഫാക്ട്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാൻ എനിക്ക് കുറച്ചുകൂടെ സമയം, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഇത് മുഴുവനായിട്ട് കണ്ടതിന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഓഥർ ആഗ്രഹിച്ചു പോവാണ്. ഓക്കെ, നെക്സ്റ്റ്. Pick out sentences related to the following pictures from the passage and write them in the space provided. Okay, അപ്പോൾ 3 പിക്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ബുർജ് ഖലീഫയുടെ പിക്ചറാണ്. അപ്പം ബുർജ് ഖലീഫയെ കുറിച്ച് പറയുന്ന 2 സെൻറ്റൻസസ് ഇതാണ്. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. 1. പിന്നെ ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ up would take you to the top of the world. Of course, I could not do it. ഇതാണ് സെക്കൻഡ് സെൻറ്റൻസ് അല്ലേ. സെക്കൻഡ് ബോട്ട് റൈഡ് ആണല്ലേ ഈ പിക്ചർ. A boat ride at Bar Dubai late in the evening was a fascinating experience. The dazzling lights and their reflections on the creek give you a feeling of being out of the world. Solar panel അല്ലേ, സോളാർ പാനൽ അല്ല, ഇതെന്താണ്, നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അത് എഴുതാട്ടോ ഇവിടെ. 3ാമത്തെ പിക്ചർ അതാണ്. പിന്നെന്താ പറയുന്നത്, at Swihan in Abu Dhabi, I caught sight of something unexpected. It was the entrance to the Noor Abu Dhabi solar power plant. ഒരു ലൈനാണ്. It is the largest single-site solar power plant in the world, producing a stupendous 1.2 GW of power. The plant has an amazing 3.2 million solar panels. Of course, tourists are not allowed inside. I had to satisfy myself with the magnificent photographs of the power plant on the net. 4 points ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചപ്പോൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെയിം ലൈൻസ് കോപ്പി ചെയ്ത് എഴുതിയിരിക്കുകയാണ് ഇവിടെ. 3 പിക്ചേഴ്സിന് എന്താ സംബന്ധിച്ചിട്ടുള്ള ലൈൻസ് നോക്കി എഴുതാനാണ് പറയുന്നത്. നമ്മൾ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടുത്തത്, Sarah is guiding her friend Miri, who is not familiar with the locality, on how to reach her school. അപ്പോൾ സേറ തൻ്റെ ഫ്രണ്ട് മിരിയെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ സ്കൂളിലോട്ട് എത്തണം. കോൺവെർസേഷൻ വായിക്കാം. മിരി: ഹേ സേറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ, ടൗൺ മോഡൽ സ്കൂൾ? ഹേ സേറ, നിനക്ക് എൻ്റെ സ്കൂൾ ടൗൺ മോഡൽ സ്കൂളിലോട്ട് എത്താനുള്ള വഴി അറിയുമോ? സേറ പറയാം: യു ഹവ് നെവർ ഗോൺ ടു ദ സ്കൂൾ ഫ്രം ഹിയർ, ഹാവ് യു? നീ ഇവിടെ നിന്ന് ഇതുവരെ സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ? Mary: never. How should I get there, on foot or taking a bus? ഞാൻ എങ്ങനെ അവിടെ എത്തണം? ഞാൻ കാൽ നടന്ന് പോകണോ, ഓൺ ഫുട്ട് എന്ന് വെച്ചാൽ നടന്ന് പോകണോ, അതോ ബസ് എടുക്കണോ? സേറ: why don't you walk? It's fun. നീ എന്തുകൊണ്ട് നടക്കുന്നില്ല? നല്ല ഫണ്ണായിട്ടുള്ളൊരു കാര്യമാണ്. Mary: cool. So how do we get there? Okay, നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? Sarah: all right, listen. This lane joins Beach Road. Walk along Beach Road till you come to the big green signal for Tuval Thiram Road. Everything clear so far? Okay, നീ കേക്ക്. ഈ ഒരു ലെയിൻ, ഈ ഒരു സ്ട്രീറ്റ് ജോയിൻ ചെയ്യുന്നത് ബീച്ച് റോഡിലോട്ടാണ്. ബീച്ച് റോഡിൽ നിന്ന് നേരെ നടക്കുക. ഇവിടെ ഒരു ബിഗ് ഗ്രീൻ സൈൻ കാണും, തൂവൽ തീരം റോഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പച്ച ബോർഡ് കാണും. അവിടെ ഇതുവരെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മേരി പറയും: ഗോട്ട് ഇറ്റ്. ബീച്ച് റോഡ്, ഗ്രീൻ സൈഡ്, തൂവൽ തീരം റോഡ്. സേറ: എക്സാക്ട്ലി. ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 meters. പോവുക, എന്നിട്ട് ലെഫ്റ്റ് എടുക്കുക, എന്നിട്ട് 200 മീറ്ററോളം നടക്കുക. ദെൻ ടേൺ ലെഫ്റ്റ്, എന്നിട്ട് വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കുക, എന്നിട്ട് എവിടത്തോട്ടാണ് പോകേണ്ടത്? അംഗൻവാടി റോഡിലോട്ട്. മേരി: റൈറ്റ്. വാട്ട്സ് നെക്സ്റ്റ്?
അടുത്ത എന്താ സേറ വാക്ക് പാസ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക് ഇറ്റ്സ് എ നൈസ് റൂൾ. എന്നിട്ട് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് പാർക്കും കഴിഞ്ഞ് നടക്കുക, അതൊരു നല്ല നടത്താണ്, നൈസ് റൂൾ. മേരി ദാറ്റ് ഈസ് വണ്ടർഫുൾ. വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ്? ഓ അത് നന്നായിരിക്കുന്നു. അതിനുശേഷം എന്താണ്? സേറ ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്, കീപ് ഗോയിങ് സ്ട്രീറ്റ്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ട് ലെഫ്റ്റ് എടുക്കുക, നേരെ നടക്കുക. ആഫ്റ്റർ അബൌട്ട് 150 meters യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. ഒരു 150 മീറ്റർ കഴിയുമ്പോൾ നീ നിന്റെ സ്കൂളിൽ ലെഫ്റ്റ് സൈഡിൽ കാണും. യു വോണ്ട് മിസ് ഇറ്റ്. നീ അതൊരിക്കലും മിസ് ചെയ്യില്ല. ദർ ഇസ് എൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. അപ്പോൾ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണുള്ളത്? ഒരു ഐസ്ക്രീം സ്റ്റോർ ഉണ്ട്. മേരി താങ്ക്സ് ഓഫുലി, ഐ വിൽ ഹാവ് എ ഗോ ബൈ. അപ്പം താങ്ക്സ് അലോട്ട്, താങ്ക് യു, നന്ദി, എനിക്ക് പോണം, ബൈ. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ മിഴി പറഞ്ഞത് ആദ്യം ബീച്ച് റോഡിൽ നിന്ന് നേരെ പോയിട്ട് തൂവൽ തീരം റോഡിൽ നിന്ന് ഒരു ഗ്രീൻ സൈൻ ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് എന്താണ് നേരെ പോയി 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 പോസ്റ്റ് ഓഫീസ്, പാർക്ക്, അംഗൻവാടി റോഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ട് എത്തിയിട്ട് സ്കൂൾ എത്തി. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുത്ത വഴി കറക്റ്റ് തന്നെയാണ്. ഇതാണ് മെഴി. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Let us read the following instructions. To reach Town Model School, you go straight along Beach Road for 50 meters. നോക്കാം, ബീച്ച് റോഡിലൂടെ ഇങ്ങനെ 50 മീറ്റേഴ്സ് പോയി, ഞാൻ വേറൊരു കളർ എടുക്കാം. 50 meters പോയി, യു കെൻ സ്പോട്ട് എ ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഇൻഡിക്കേറ്റിംഗ് തൂവൽ തീരം റോഡ്. അപ്പോൾ നിങ്ങൾക്ക് തൂവൽ തീരം റോഡ് എഴുതി ഒരു ബിഗ് ബോർഡ് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, അത് കണ്ടു. Go 200 meters along തൂവൽ തീരം റോഡ്, ടേക്ക് എ ലെഫ്റ്റ് ടേൺ ടു അംഗൻവാടി റോഡ്. 200 മീറ്റർ ഇങ്ങനെ തൂവൽ തീരം റോഡിലൂടെ നടന്നിട്ട് ലെഫ്റ്റ് എടുക്കുകയാണ്. ഇങ്ങോട്ട് അംഗൻവാടി റോഡ് കാണാലോ, അംഗൻവാടി റോഡിലോട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്തു. കണ്ടിന്യൂ വാക്കിംഗ് പാസ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. പോസ്റ്റ് ഓഫീസ്, പാർക്ക്, ഇത് രണ്ടും കടന്ന് നടക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. ആദ്യത്തെ ലെഫ്റ്റ് ടേൺ, നേരെ നടന്ന ഫസ്റ്റ് ലെഫ്റ്റ് ആണ്, അതെന്താ? റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ടാണ്. Walk straight ahead for 150 meters. You'll find the school on your left. You won't miss it if you notice the ice cream shop across the road. ഒരു 150 മീറ്റർ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്കൂൾ കാണാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു അക്രോസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഐസ്ക്രീം ഷോപ്പും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഇനി റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടുള്ള വഴി ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാം. To get to my school from my home, start by going along Maple Street. എന്തെങ്കിലും സ്ട്രീറ്റിൻ്റെ പേര് എഴുതാം കേട്ടോ. 1, 2, 3 സ്ട്രീറ്റ് അല്ലെങ്കിൽ ഗാന്ധി സ്ട്രീറ്റ് എന്തെങ്കിലും കൊടുക്കുക. until you reach the traffic lights. അപ്പോൾ നിങ്ങൾ നേരെ പോവുക മേപ്പിൾ സ്ട്രീറ്റിൻ്റെ. അപ്പോൾ അവിടെ ഒരു ട്രാഫിക് ലൈറ്റ്സ് കാണും. അത് ട്രാഫിക് ലൈറ്റ്സ് യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. അപ്പം ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ബാങ്ക് കാണാൻ പറ്റും. കണ്ടിന്യൂ സ്ട്രീറ്റ് അഹെഡ് ഓൺ മേപ്പിൾ സ്ട്രീറ്റ് ഫോർ അബൌട്ട് 2 kilometers. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 kilometer അതേ റോഡിൽ നടക്കുക. യു വിൽ മിസ് ദ ഫസ്റ്റ് 2 turns ആൻഡ് കീപ് ഗോയിങ് സ്ട്രീറ്റ് ഓൺ. അപ്പോൾ മേപ്പിൾ സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ട്രാഫിക് ലൈറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ്, ഒരു ലെഫ്റ്റ് ഉണ്ട്, അതിൽ പോണ്ട. വീണ്ടും ഒരു ലെഫ്റ്റ് ഉണ്ട്, അതിലും പോണ്ട. എന്നിട്ട് എന്താ, സ്ട്രെയിറ്റ് പോവാം. വെൻ യു റീച്ച് ദ റൗണ്ട് അബൌട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വട്ടത്തിലുള്ള സ്ഥലമില്ലേ, അത് എത്തിക്കഴിയുമ്പോൾ ടേക്ക് ദ ഫസ്റ്റ് എക്സിറ്റ് ഓൺ ടു ഓക്ക് റോഡ്. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഓക്ക് റോഡിലോട്ട് പോകും. ഫസ്റ്റ് എക്സിറ്റ് എടുക്കുക. ഇവിടെ ഒരു എക്സിറ്റ് ഓക്ക് റോഡ് എങ്ങോട്ടാണെന്ന് വിചാരിക്കാം. കീപ് വാക്കിംഗ് ബിയോണ്ട് ദ പാർക്ക് ദറ്റ് യു സീ ഓൺ യുവർ റൈറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു പാർക്ക് കാണാൻ പറ്റും. നേരെ നടക്കുക. അറ്റ് ദ ക്രോസ് റോഡ്സ് ടേൺ ലെഫ്റ്റ് ഇൻ ടു പൈൻ അവന്യൂ. എന്നിട്ട് ഇവിടുന്ന് പൈൻ അവന്യൂയിലോട്ട് ലെഫ്റ്റ് എടുക്കുക. കണ്ടിന്യൂ സ്ട്രീറ്റ് ആൻഡ് ടേക്ക് ദ സെക്കൻഡ് റൈറ്റ് ടേൺ ഓൺ ടു സെഡ സ്ട്രീറ്റ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നേരെ പോയിട്ട് സെക്കൻഡായിട്ട് എന്താ എടുക്കേണ്ടത്? റൈറ്റ് എടുക്കുക, സെഡ സ്ട്രീറ്റിലോട്ട്. യു വിൽ സീ ദ സ്കൂൾ ബിൽഡിംഗ് ഓൺ യുവർ ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ കാണാൻ പറ്റും. റൈറ്റ് അക്രോസ് ഫ്രം ദി ഐസ്ക്രീം ഷോപ്പ്. ഇവിടെ ഒരു ഐസ്ക്രീം ഷോപ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്കൂൾ കാണാൻ പറ്റും. കണ്ടിന്യൂ വാക്കിംഗ് എ ലിറ്റിൽ ഫർദർ യു വിൽ സീ ദ സ്കൂൾ എൻട്രൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സ്കൂൾ ഇവിടെ എത്തുമ്പോൾ കാണും. പിന്നെ കുറച്ചുകൂടെ പോയാൽ എൻട്രൻസ് കാണും, ഗേറ്റ് കാണും, അതിലൂടെ കയറാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടുള്ള ഇത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്ട്രീറ്റ്സിന് കുറച്ച് പേരിട്ടു എന്നേ ഉള്ളൂ. മേപ്പിൾ സ്ട്രീറ്റ്, ഓക്ക് റോഡ്, അതൊക്കെ നമ്മൾ സെഡ സ്ട്രീറ്റ്, ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത പേര് മാത്രമാണ്. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
Your friend Nishwa Mariam from UAE decided to visit your home in Kerala. Here is a boarding pass of Nishwa Mariam, who arrived at Cochin International Airport from Dubai International Airport. അപ്പം നിങ്ങളുടെ ഫ്രണ്ടാണ് നിഷ്വ. അവർ UAE-യിൽ നിന്ന് നിങ്ങളുടെ കേരളത്തിലെ വീട്ടിലോട്ട് കാണാൻ വരികയാണ്. അപ്പോൾ നിഷ്വയുടെ ബോർഡിംഗ് പാസ് ആണ് എവിടുന്ന് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ വന്നതിൻ്റെ ബോർഡിംഗ് പാസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ബോർഡിംഗ് പാസ്സിൽ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ എയർവേസിൻ്റെ പേരുണ്ടല്ലേ, പിന്നെ പാസഞ്ചർ നെയിം ഉണ്ട്, ഫ്രം എവിടെ നിന്നാണ് എവിടേക്കാണ്, ടു ഫ്ലൈറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നീഷ്വയുടെ സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഏത് ദിവസമാണ് ഈ ഫ്ലൈറ്റ്, ഏത് ഗേറ്റിൽ നിന്നാണ്. അപ്പോൾ എയർപോർട്ടിൽ പല പല ഗേറ്റ്സ് ഉണ്ടാവില്ലേ, A1 A2 A3. അപ്പോൾ ഏത് ഗേറ്റിൽ നിന്നാണ് കയറേണ്ടത്, പിന്നെ ബോർഡിംഗ് ടൈം എത്ര മണിക്കാണ് ഫ്ലൈറ്റിലോട്ട് കയറേണ്ടത്, പിന്നെ അതിൻ്റെ തന്നെ സ്മോൾ വേർഷനായിട്ട് നീഷ്വ മറിയം പേര്, ഡേറ്റ്, ബോർഡിംഗ് ടൈം, ഫ്ലൈറ്റ്, സീറ്റ്, പിന്നെന്താ ഗേറ്റ് ഫ്രം ദുബായ് ടു കൊച്ചി, ഇതും കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഒരു ബാർകോഡും കൊടുത്തിട്ടുണ്ട് അല്ലേ. Sorry. You can see the passenger's name, boarding airport, destination. Passenger's name നമ്മൾ കണ്ടു നിഷ്വ മറിയം, ബോർഡിംഗ് എയർപോർട്ട് കണ്ടു ദുബായ്, ഡെസ്റ്റിനേഷൻ കണ്ടു കൊച്ചി, ഫ്ലൈറ്റ് നമ്പർ കണ്ടു AB123, സീറ്റ് നമ്പർ 123A, ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ A1. A passenger cannot enter a flight without the boarding pass. ഒരു ബോർഡിംഗ് പാസ് ഇല്ലാതെ ഒരു പാസഞ്ചർക്ക് ഒരു ഫ്ലൈറ്റിനകത്ത് കയറാൻ പറ്റില്ല. After landing, Nishwa Mariam was given a form to be filled up. Help her complete it. You can use the boarding pass to fill in some of the entries. ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ഈ ഒരു ഫോം ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം. All passengers coming to India are required to fill up this pro forma and submit it at the travelers counter at the exit. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് ട്രാവലേഴ്സ് കൗണ്ടർ എക്സിറ്റിൻ്റെ അവിടെയുള്ള ട്രാവലേഴ്സ് കൗണ്ടറിൽ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആദ്യം എന്താ കൊടുക്കേണ്ടത്? പേഴ്സണൽ ഇൻഫർമേഷൻ, നെയിം ഓഫ് ദ പാസഞ്ചർ നീഷ്വ മറിയം, ഫ്ലൈറ്റ് നമ്പർ AB123 നമ്മൾ നോക്കി, സീറ്റ് നമ്പർ 123A, ഡേറ്റ് ഓഫ് അറൈവൽ 24 ഓഗസ്റ്റ് 2023, പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി, എവിടെ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ദുബായ്, പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊച്ചി. കോൺടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്. അപ്പോൾ അഡ്രസ്സ് കൊടുക്കാനോ ഹൗസ് നമ്പർ നമ്മളിങ്ങനെ കൊടുത്തിരിക്കുകയാണ്, 234 സ്ട്രീറ്റ് MG റോഡ്, വില്ലേജ് തിരുവനന്തപുരം, തഹസിൽ തിരുവനന്തപുരം, ഡിസ്ട്രിക്ട് തിരുവനന്തപുരം. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ വില്ലേജ്, തഹസിൽ, ഡിസ്ട്രിക്റ്റ് ഒക്കെ എഴുതുക. സ്റ്റേറ്റ് കേരള, പിൻകോഡ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, റെസിഡൻസ് നമ്പർ, വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ, പിന്നെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID nishwamariam@email.com. ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 days. കഴിഞ്ഞ 28 ദിവസത്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസിൻ്റെ ഡീറ്റെയിൽ. അപ്പം വിസിറ്റഡ് ദുബായ്. ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്? ഈ സിംറ്റംസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? ഫീവർ, അപ്പം നോ കൊടുക്കാം. കഫ്, നോ കൊടുക്കാം. റെസ്പിറേറ്ററി ഡിസ്ട്രെസ്, അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം, നോ കൊടുക്കാം. ഓക്കെ, അടുത്തത് നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ സീ ഹാഡ് ദ സെയിം സെറീൻ എന്ന് വെച്ചാൽ കാം appearance everywhere. One experiences a kind of heavenly bliss at these quiet beaches. I was able to view the imposing അത്ഭുതകരമായ ബുർജ് ഖലീഫ, the tallest building in the world. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസസ് ആണ്. Some words are used to describe people, places and things. ചില വാക്കുകൾ നമ്മൾ ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാൻ, പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, തിങ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. They describe how people, places or things look like, taste, smell or feel. അപ്പോൾ അവർ കാണാൻ എങ്ങനെയാണ്, അവരുടെ ടേസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മണം എന്താണ്, അത് കാണുമ്പോൾ ഫീലിംഗ് എങ്ങനെയാണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പല പല വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ പ്രിറ്റി ഗേൾ, നല്ല ഭംഗിയുള്ള കുട്ടി. ഇത് ഫുഡ് ഇസ് എറോമാറ്റിക്, നല്ല മണമുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ പല വേർഡ്സ് യൂസ് ചെയ്യല്ലേ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന് പറയും അതിന്. അപ്പോൾ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ, പ്രിറ്റി, ക്വൈറ്റ്, ബിസി, പീസ്ഫുൾ, അങ്ങനെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത്, നിങ്ങൾ അടുത്തിടെ പോയി കണ്ട ഒരു സ്ഥലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് മൂന്നാറിനെ കുറിച്ചാണ്. ഓക്കെ, റീസെൻ്റ്ലി ഐ വിസിറ്റഡ് മൂന്നാർ, എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഇൻ കേരള. ബ്യൂട്ടിഫുൾ യൂസ് ചെയ്തു. ദ പ്ലേസ് വാസ് ബ്രെത്ത് ടേക്കിംഗ്. ബ്രെത്ത് ടേക്കിംഗ് എന്ന് വെച്ചാൽ വളരെ ഇങ്ങനെ അത്രയും ഭംഗിയുള്ളതാണ്. with its green tea plantations stretching as far as the eye could see. ഗ്രീൻ ടീ പ്ലാന്റേഷൻസ്, ഇവരുടെ ഗ്രീൻ ടീയുടെ ചെടികൾ ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഗ്രീൻ ടീ പ്ലാന്റേഷൻസ് ആണ് കാണുന്നത്.
ദ റോളിംഗ് ഹിൽസ് വെ കവേർഡ് ഇൻ വൈബ്രന്റ് കാർപ്പറ്റ് ഓഫ് ഗ്രീനറി. അപ്പം ഈ ഹില്ലിൽ മുഴുവൻ പച്ച കളർ കാർപ്പറ്റ് വിരിച്ച പോലെ ഉണ്ടായിരുന്നു. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള പച്ച കളർ കാർപ്പറ്റ് വിരിച്ച പോലെയാണ് ഉണ്ടായിരുന്നത്. മേക്കിംഗ് ദ ലാൻഡ്സ്കേപ്പ് ലുക്ക് ഓൾമോസ്റ്റ് മാജിക്കൽ. അപ്പോൾ അത് കാണുമ്പോൾ വളരെ ഒരു മാജിക്കൽ ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, the town itself was a mix of quiet and bustling areas. കുറച്ച് സ്ഥലം ശാന്തമായിരുന്നു, കുറച്ച് സ്ഥലം ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. Some parts of Munnar were peaceful. ചില സ്ഥലങ്ങൾ ഭയങ്കര ശാന്തമായിട്ടുള്ളതായിരുന്നു. Where one could enjoy the serene atmosphere and fresh mountain air. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷവും നല്ല ഫ്രഷ് എയർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇൻ ദീസ് ക്വയറ്റ് സ്പോട്ട്സ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ടൈം ഹാഡ് സ്ലോ ഡൗൺ. ഈ സ്ഥലത്തെത്തിയ സമയം തന്നെ നിന്ന് പോയ പോലെ തോന്നും. അലോയിങ് മീ ടു ഫുള്ളി അപ്രീഷിയേറ്റ് ദ നാച്ചുറൽ ബ്യൂട്ടി അറൌണ്ട് മീ. അത് കാരണത്താൽ എനിക്ക് ചുറ്റുമുള്ള ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റി. ദ ക്വയറ്റ് സ്ട്രീറ്റ്സ് വെയർ ലൈൻഡ് വിത്ത് കളർഫുൾ ഫ്ലവേഴ്സ് ആഡിങ് ദ ചാം ഓഫ് ദ പ്ലേസ്. അപ്പം ഈ ഒരു സ്ട്രീറ്റിൻ്റെ ചുറ്റും എന്താണ് കളർഫുൾ ഫ്ലവേഴ്സ് വെച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അത് പ്ലേസിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടി. ഹവെവർ ദർ വെർ ഓൾസോ ബിസി മാർക്കറ്റ്സ് ദാറ്റ് വെർ ലൈവ്ലി ആൻഡ് ബസ്ലിംഗ് വിത്ത് ആക്ടിവിറ്റി. പിന്നെന്താ, നല്ല ഒച്ചപ്പാടും ബഹളമുള്ള മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാരും നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പല ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ദീസ് ഏരിയാസ് വെർ ക്രൗഡഡ് വിത്ത് ടൂറിസ്റ്റ് ആൻഡ് ലോക്കൽസ് ലൈക്ക് ഓൾ എൻജോയിങ് ദ വൈബ്രന്റ് എനർജി ഓഫ് ദ മാർക്കറ്റ് പ്ലേസ്. ഈ കളർഫുൾ ആയിട്ടുള്ള നല്ല എനർജി ഉള്ള ഒരു മാർക്കറ്റ് പ്ലേസിൽ ടൂറിസ്റ്റുകളും ലോക്കൽസും ഒക്കെ ഉണ്ടായിരുന്നു. ദ നോയ്സ് ഓഫ് ദ പീപ്പിൾ ചാറ്റിംഗ്, വെൻഡേഴ്സ് സെല്ലിംഗ് ദി ഗുഡ്സ്, ദ ചിൽഡ്രൻ പ്ലേയിങ് ആഡഡ് ടു ദ ലൈവ്ലി അറ്റ്മോസ്ഫിയർ. അപ്പം ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ ഒച്ചയും വെൻഡേഴ്സ് കടക്കാർ തൻ്റെ സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെയും പിന്നെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഒക്കെ ആ ഒരു ഒച്ചപ്പാട് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറച്ചുകൂടെ ലൈവ്ലി ആക്കി, കുറച്ചുകൂടെ ജീവനുള്ള തരത്തിലാക്കി. ഡെസ്പൈറ്റ് ദ ഹാസൽ ആൻഡ് ബാസിൽ ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടെങ്കിലും മൂന്നാർ ഫെൽറ്റ് വെരി സേഫ്. മൂന്നാർ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. ആൻഡ് ദ ലോക്കൽസ് വെർ ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ്. പിന്നെ അവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി പിന്നെ വെൽക്കമിങ് ആയിരുന്നു. വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് മൈ വിസിറ്റ് വാസ് ദ വ്യൂ ഫ്രം ടോപ്പ് ഓഫ് എ ഹിൽ. എൻ്റെ വിസിറ്റിൻ്റെ ഞാൻ പോയിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഞാനൊരു ഹില്ലിൻ്റെ മലമുകളിൽ നിന്ന് കണ്ട വ്യൂ ആണ്. വിച്ച് വാസ് സിംപ്ലി ബ്രെത്ത് ടേക്കിംഗ്. വീണ്ടും അത്രയും ഭംഗിയുള്ളതായിരുന്നു. The panoramic view of the lush green valleys below was something I will never forget. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു panoramic വ്യൂ ആണ്, ഒരു വലിയ വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പച്ച കളർ, പച്ചപ്പ് പിടിച്ച ആ ഒരു താഴ്വാരത്തിൻ്റെ ഭംഗി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഓവറോൾ മൂന്നാർ വാസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് പീസ്ഫുൾ ആൻഡ് വൈബ്രന്റ് എലമെന്റ്സ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൂന്നാർ പീസ്ഫുള്ളും ആയിരുന്നു, വളരെ കളർഫുള്ളും ആയിരുന്നു. മേക്കിംഗ് ഇറ്റ് എൻ അൺഫോർഗറ്റബിൾ ഡെസ്റ്റിനേഷൻ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറുകയാണത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ.